നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോലിക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ദേഷ്യം വന്ന ഭർത്താവ് തന്റെ ഗർഭിണിയായ 6 മാസം ഗർഭിണിയായ ഭാര്യയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഹരിയാനയിൽ നിന്ന് ഇത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് ഇത്തരമൊരു കൊലപാതക വാർത്ത. 6 മാസം ഗർഭിണിയായ യുവതിയെ ഭർത്താവ് അതിദാരുണമായിട്ട് കൊലപ്പെടുത്തുന്നു. ജോലിക്ക് പോകാനുള്ള ഭാര്യയുടെ ആവശ്യം, അതിൽ ദേഷ്യം കൊണ്ടാണ് ഇത്തരമൊരു കൊലപാതകം. പഞ്ചീഷൻ കോളനിയിൽ ബുധനാഴ്ചയാണ് നാടിന് നടക്കിയിട്ടുള്ള ഈ ഒരു അരുംകൊല നടക്കുന്നത്. നേഹാകുമാരി എന്ന് പറയുന്ന 26 വയസ്സുകാരിയാണ് തന്റെ ഭർത്താവിന്റെ അതിക്രൂര പീഡനത്തിന് ഇരയായിരിക്കുന്നത്. ജോലിക്ക് പോകണമെന്ന് ഭാര്യ നിരന്തരം ആവശ്യപ്പെട്ടതാണ് തന്നെ കൊലപാതകത്തിന് തയ്യാറാക്കിയത് എന്ന് ഇയാൾ പറയുന്നു. സംഭവത്തിൽ ഭർത്താവ് അമിതിനെ പോലീസ് അന്വേഷണത്തിൽ തിരയുകയാണ്. അമിത് ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണെന്നാണ് വിവരം. എന്നാൽ അമിത് ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകുന്ന ഒരു ശീലക്കാരനാണ്. പലപ്പോഴും ലീവ് എടുത്തിരിക്കുന്നതാണ് ഇയാളുടെ ശീലം. ഇതിനെ ചൊല്ലി ദമ്പതികൾക്കിടയിൽ നിരന്തരമായിട്ട് തർക്കമുണ്ടാകാറുണ്ടായിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടാണ് താൻ ജോലിക്ക് പോകാൻ തയ്യാറാണ് എന്ന് നേഹ അറിയിക്കുന്നത്. പക്ഷെ അത് അയാൾക്ക് ഈഗോ സമ്മതിച്ചില്ല. അയാൾ അതിനെതിരെ പ്രവർത്തിച്ചു, സംസാരിച്ചു, വഴക്കായി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. 2025 ഏപ്രിലാണ് നേഹാകുമാരിയും അമിത് ഗുപ്തയും തമ്മിൽ വിവാഹിതരാകുന്നത്. കഴിഞ്ഞ മാസം ദമ്പതികൾ പഷീരിയൻ കോളനി പാർട്ട് 2 എന്ന് പറയുന്ന സ്ഥലത്ത് വാടക വീടെടുത്ത് അവിടേക്ക് താമസം മാറുകയും ചെയ്യുകയാണ്. കൊലപാതകം നടന്ന ദിവസം രാവിലെ 8:30 ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നാണ് സൂചന. ഇതിനിടെയാണ് അമിത് ഭാര്യയെ മർദ്ദിക്കുകയും ഷോൾ ഉപയോഗിച്ച് കഴുത്തു ഞെരിക്കുകയും വെള്ളം നിറച്ച ബക്കറ്റിൽ തല നിരവധി തവണ മുക്കുകയും ചെയ്ത് അതിക്രൂരമായിട്ട് ഇവിടെ ആക്രമിക്കുന്നത്. ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ നേഹ ബാത്റൂമിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അമിത് തന്റെ അമ്മാവനെ വിളിച്ച് ഭാര്യയെ ആക്രമിച്ചു എന്നും തല വെള്ളത്തിൽ മുക്കിവെച്ചു എന്നും മാത്രമാണ് പറഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് അമിത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഇയാൾ ഇപ്പോഴും ഒളിവിലാണെന്നാണ് സൂചന. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. അതേസമയം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഫരീദാബാദിലെ പഞ്ചഷീൽ കോളനിയിലാണ് ബുധനാഴ്ച ജോലിക്ക് പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 26-കാരിയായിട്ടുള്ള സ്ത്രീയെ ഭർത്താവ് കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു പരാതിയായിരുന്നു ലഭിച്ചത്. അവർ 6 മാസം ഗർഭിണിയാണ്. സംഭവത്തിന് ശേഷം ഭർത്താവ് തന്നെ വിളിച്ച് ഭാര്യയെ ആക്രമിച്ചു എന്നത്, തല ബക്കറ്റ് വെള്ളത്തിൽ മുക്കി എന്നതൊക്കെ കുടുംബത്തെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഭർത്താവ് നിലവിൽ ഒളിവിലാണ്. അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. 2025 ഏപ്രിലാണ് നേഹാകുമാരി അമിത് ഗുപ്തയെ വിവാഹം കഴിച്ച് വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. കഴിഞ്ഞ മാസം അവർ പഞ്ചഷീൽ കോളനിയിലെ 2ാം ഭാഗത്തിൽ ഒരു വാടക വീട് എടുത്ത് താമസം മാറുകയും ചെയ്തു. ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന അമിതിന് ജോലി ഒഴിവാക്കുന്ന ശീലമുണ്ടായിരുന്നതായിരുന്നു പ്രശ്നത്തിന് കാരണമായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നത് പതിവായിരുന്നു. ബദർപൂർ അതിർത്തിക്കടുത്തുള്ള അലിപൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന തന്റെ അമ്മാവനെയാണ് അമിത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് വിളിച്ചറിയിച്ചത്. രാവിലെ 8:30 ദമ്പതികൾക്കിടയിൽ ഈ ജോലി സംബന്ധമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. അങ്ങനെ തർക്കമുണ്ടായതിനെ തുടർന്ന് തർക്കം രൂക്ഷമായപ്പോൾ ഇയാൾ യുവതിയെ ആക്രമിക്കുകയായിരുന്നു. സ്കാർഫ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചതായും പിന്നീട് പലതവണ ഇവരെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചതായിട്ടുമാണ് പരാതി. ഇതേ തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതി. രാവിലെ പലതവണ നേഹയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഭാര്യ സഹോദരനാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു മൊഴി പോലീസിന് നൽകുന്നത്. വീട്ടിലെത്തിയപ്പോൾ കുളിമുറിയിൽ തന്റെ സഹോദരി മരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. കുടുംബം പോലീസിൽ വിവരം അറിയിച്ചു. ഇതേ തുടർന്ന് പല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം അവരുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സിവിൽ ആശുപത്രി
ആശുപത്രി മോർച്ചറിയിലേക്ക് എത്തിച്ചു. ക്രൈംബ്രാഞ്ചും ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്ത് പരിശോധനകൾ തെളിവുകളൊക്കെ ശേഖരിച്ചിരിക്കുകയാണ്. ഭർത്താവിനെതിരെ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അയാളെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം റെയ്ഡ് നടത്തുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പ്രാഥമിക അന്വേഷണം കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. മറ്റൊരു കേസിൽ ബുധനാഴ്ച പുലർച്ചെ ആലംപൂർ ഗ്രാമത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഇതേ അവസരത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ഒരു കൊലപാതകത്തിന് എന്തെല്ലാം കാരണങ്ങൾ എന്നുള്ള ഒരു സംശയമാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കേതൻ എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തിയ പൂനെയിലെ ഒരു കൊലപാതക വാർത്തയാണ്. അതായത് കോടീശ്വരനായിട്ടുള്ള ഒരു യുവാവ്, അയാൾ ഒരു യുവതിയുമായിട്ട്, സിയ എന്ന് പറയുന്ന യുവതിയുമായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. രണ്ട് ബന്ധുക്കളും പരസ്പരം സംസാരിച്ച് എൻഗേജ്മെന്റ് നടത്തിയതിനു ശേഷം ഈ വരുന്ന നവംബറിൽ വിവാഹം നടത്താനായിരുന്നു തീരുമാനം. 17 കോടിയോളം രൂപ വിലമതിക്കുന്ന ഒരു വലിയ കൊട്ടാരത്തിൽ വലിയ ഒരു പാർട്ടി നടത്തി 2 ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അടക്കം ബുക്ക് ചെയ്ത് ആഡംബരമായിട്ടുള്ള കല്യാണം നടക്കാനിരിക്കവെയാണ് ഈ പറയുന്ന പ്രതിശ്രുത വരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് കേതൻ എന്ന് പറയുന്ന ബിസിനസ്സുകാരനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തൻ്റെ കാമുകനുമൊത്ത് ചേതൻ എന്ന് പറയുന്ന ഒരു കാമുകനുമൊത്ത് സിയ, നവവധുവായിട്ടുള്ള സിയ തന്നെ കൊലപാതകത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നു. പലതവണ കൊലപാതക ശ്രമങ്ങൾ നടത്തുന്നു, അത് പരാജയപ്പെടുന്നു. പിന്നീട് ആസൂത്രണം ചെയ്ത് കേതനെ ഒരു വലിയ താഴ്ചയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി അത് അപകട മരണമായി വരുത്തി തീർക്കാൻ നാടകം കളിക്കുന്നു. അപ്പോൾ പോലീസ് അന്വേഷണങ്ങളൊക്കെ ശക്തമാക്കി ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച സിയയുടെ കാമുകന്റെയും മൊഴിയെടുക്കുകയാണ്. അപ്പോൾ പോലീസിനോട് സിയ പറയുന്ന മൊഴിയിലാണ് ഏറ്റവും വലിയ അത്ഭുതം. അതായത് എന്തുകൊണ്ട് കേതനെ സിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ എന്തിനാണ് എൻഗേജ്മെന്റ് നടത്തിയത് എന്നാണ് സിയയോട് പോലീസ് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള സിയയുടെ മറുപടി, കേതനെ വിവാഹം കഴിക്കാനായിരുന്നു ഉദ്ദേശം, പക്ഷേ വിവാഹത്തിന് ശേഷമാണ് താൻ തൻ്റെ കാമുകനുമായിട്ട് പരിചയത്തിലാകുന്നതും കേതനേക്കാൾ ഇഷ്ടം ഇയാളെയാണെന്ന് താൻ മനസ്സിലാക്കുന്നത്. കേതന് മുടികൊഴിച്ചിലുണ്ട്, വിക്കുണ്ട്, കേതൻ വിഗ് വെക്കുന്ന ഒരാളാണ്. അതൊക്കെ തനിക്ക് കേതനോടുള്ള ഇഷ്ടക്കുറവിന് കാരണമായി. വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഈ വിവാഹം വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമായിട്ട് ഒരു കൊലപാതകമാണ് തനിക്ക് എളുപ്പമായി തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി മൊഴി നൽകുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വിവാഹം എന്ന് പറയുന്ന സംഭവം അത് തടസ്സമാകുമ്പോൾ അത് വീട്ടുകാർക്ക് നാണക്കേടായി തോന്നും എന്നതുകൊണ്ട് തന്നെ ആ വിവാഹം ഉറപ്പിച്ച ആളെ കൊലപ്പെടുത്തിയാൽ അയാൾ അപകട മരണത്തിൽ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് സേഫായിട്ട് ജീവിക്കാമെന്ന് വളരെ നിസാരമായിട്ട് കരുതുന്ന ഒരു രീതി. അത്തരത്തിൽ പല രീതിയിൽ കൊലപാതകം നടത്തുമ്പോൾ അതിനൊക്കെയുള്ള കാരണങ്ങൾ കേട്ട് നമ്മൾ അന്താളിച്ചു പോകുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജോലിക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതിന് പേരിൽ 6 മാസം ഗർഭിണിയായ ഒരു യുവതിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ വാർത്തകൾ പുറത്തു വന്നു എന്നുള്ളതാണ്. എന്തായാലും രാജ്യത്ത് ഏറ്റവും വലിയ രീതിയിൽ ഈ പറയുന്ന അക്രമങ്ങളുടെ ക്രൈം റേറ്റുകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്.